നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് CPIM നേതാവ് KJ ഷൈനെതിരെയുള്ള വ്യാപകമായ അപവാദ പ്രചരണം. ഒരൊറ്റയടിക്ക് സംസ്ഥാനം തള്ളിക്കളയുകയും മാത്രമല്ല അക്കാര്യത്തിൽ വളരെ ഈ വഷളന്മാരുടെ സംഘത്തെ പെട്ടെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്ത ഒരു സംഭവമായിരുന്നു അത്. ആ വിഷയത്തിൽ ഇപ്പോൾ ഈ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് എന്ന സാഹചര്യമുണ്ട്. KM ഷാജഹാനെയും CK ഗോപാലകൃഷ്ണനെയും കണ്ടെത്താനായിട്ടില്ല ഇതുവരെ പോലീസിന്. അധിക്ഷേപ പോസ്റ്റുകളിലെ വിവരങ്ങൾ തേടി മെറ്റയ്ക്ക് വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ്. സൈൻ ആൻ്റണി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൈന്, ഇവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ ഞാനാണ് ആദ്യം പോസ്റ്റ് ഇട്ടതെന്ന് സമ്മതിച്ച കക്ഷിയാണ് ഈ ഗോപാലകൃഷ്ണൻ. അവരെ മാധ്യമങ്ങൾക്ക് ആ സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ഇവരൊക്കെ ഒളിവിൽ പോയിരിക്കുകയാണോ? എന്താണ് വിവരം? ഗുഡ് മോർണിംഗ് ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ താനാണ് ആദ്യം പോസ്റ്റ് ഇട്ടതെന്നൊക്കെ CK ഗോപാലകൃഷ്ണൻ സമ്മതിച്ചു. പിന്നീടാണ് CK ഗോപാലകൃഷ്ണന് കളി മനസ്സിലായത്. കാരണം താൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു. പിന്നെ ഏറ്റവും ഒടുവിലത്തെ അടവ് പ്രയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്, അതായത് ഒളിവിൽ പോവുക, മുങ്ങുക എന്നുള്ളത്. എന്തായാലും KM ഷാജഹാൻ ഒപ്പം തന്നെ CK ഗോപാലകൃഷ്ണനും ഒളിവിൽ പോയിട്ടുണ്ട്. KM ഷാജഹാൻ അന്ന് ഇരുന്ന് പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞാൽ എന്തോ ഈ ദൃശ്യങ്ങളെല്ലാം നേരിൽ കണ്ടതുപോലെയായിരുന്നു. പക്ഷേ അത് പറഞ്ഞതിന് ശേഷമാണ് താൻ പ്രചരിപ്പിച്ചത് പച്ചക്കള്ളമാണ്, അല്ലെങ്കിൽ സമൂഹത്തെ പൂർണ്ണമായും താൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് KM ഷാജഹാന് പോലും ബോധ്യമാവുന്നത്. എന്തായാലും ഷാജഹാനും ഒളിവിൽ പോയിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയും കണ്ടെത്താനുള്ള ഒരു നീക്കം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും പോലീസിന് ഇതുവരെ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ലജ്ജാകരമായ സംഭവം കൂടി ഇതിന് പിന്നിലുണ്ട്. ഇതിനോടൊപ്പം തന്നെ പോലീസ് മെറ്റയ്ക്ക് വീണ്ടും കത്തയച്ചിരിക്കുകയാണ്. ഫേസ്ബുക്കിൻ്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് കത്തയച്ചിരിക്കുന്നത് എറണാകുളം റൂറൽ സൈബർ പോലീസാണ്. ഈ സൈബർ പോലീസ് ഇതിലെ വിശദാംശങ്ങൾ തേടിയാണ്, പൂർണ്ണ വിവരങ്ങൾ തേടിയാണ് കത്തയച്ചിരിക്കുന്നത്. 100ഓളം ആളുകളുടെ വിവരങ്ങൾ പോലീസ് തേടിയിട്ടുണ്ട്. കാരണം വൈപ്പിൻ MLA ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ KN ഉണ്ണികൃഷ്ണൻ്റെ പരാതിയും നിലനിൽക്കുകയാണ്. ആ പരാതിയിൽ പോലീസ് ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൽ കൂടി FIR രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. KN ഉണ്ണികൃഷ്ണൻ കൂടുതൽ ആളുകൾക്കെതിരായി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ KJ ഷൈനും കൂടുതൽ ആളുകളുടെ പോസ്റ്റുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഈ കേസുകളിൽ പ്രതികരിക്കേണ്ടതായി വരും ഹർഷൻ. റൈറ്റ്, തീർച്ചയായും കൂടുതൽ ആളുകളെ പ്രതി ചേർക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെയും ആ നാട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. സൈൻ ആൻ്റണിയാണ് വിവരങ്ങൾ നൽകിയത്.